ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കീം ആസ്പിറൻസിനു വേണ്ടി ഒരു അടിപൊളി വീഡിയോ, അതായത് ഫിസിക്സിലെ ചാപ്റ്റർ വൈസ് ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്കൊരു റിവിഷനായി കണ്ടെത്താം ഇത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഠിക്കാനൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചാപ്റ്റർ വൈസ് ഇത് ഫസ്റ്റ് ചാപ്റ്ററത്തെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് കൺവേർഷന് സഹായിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ 5 അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 ഫെർമി ഈക്വൽ ടു 10⁻⁻50 മീറ്റർ, 1 എക്സ്റേ യൂണിറ്റ് ഈക്വൽ ടു 10⁻⁻30 മീറ്റർ, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു 1.49 ഇൻറ്റു 10⁻11 മീറ്റർ, 1 ലൈറ്റ് ഇയർ ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻50 മീറ്റർ, 1 പാർസെക് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻60 മീറ്റർ. അതെന്താണ്, 1 പാർസെക് ഈസ് ആൾസോ ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററായി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, കുറേ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇറർ. അതിലെ മെയിൻ ഇക്വേഷൻസ് ആണ് റിലേറ്റീവ് ഇററും. അത് നമുക്ക് എങ്ങനെയാണ് റിലേറ്റീവ് ഇറർക്ക് എത്തുകയെന്ന് നിങ്ങൾ പഠിക്കണം. അതിൽ മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് മീൻ ആബ്സല്യൂട്ട് ഇററും. മീൻ ആബ്സല്യൂട്ട് ഇറർ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രൂ വാല്യൂ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ റിലേറ്റീവ് ഇറർ ഈക്വൽ ടു മീൻ ആബ്സല്യൂട്ട് ഇറർ ബൈ ട്രൂ വാല്യൂ ആണ്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് ഇറർ പറഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് ഇറർ ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ മെയിനായിട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനും പിന്നെ ഒരു ബോള് മേലേക്കെറിഞ്ഞ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വേഗം പോവാം, നമുക്ക് സമയം കുറവാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഒരു ബോഡി കവേഴ്സ്, ഇപ്പോൾ ഒരു കണ്ടീഷനാണ്, ബോഡി കവേഴ്സ് ഡിസ്റ്റൻസ് S1 S2 S3 വിത്ത് സ്പീഡ് V1 V2 ആൻഡ് V3 ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇതെന്തായാലും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ഷോർട്ട് ട്രിക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ എസ്സും വിയും, അതായത് ഡിസ്റ്റൻസും സ്പീഡും തന്നിരിക്കുകയാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് എന്താ, സ്പീഡും ടൈമും തന്നു വെച്ചാൽ നമ്മൾ ഈ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഈ T1 V1 പ്ലസ് T2 V2. ഇതിലിപ്പോൾ എന്താ മാറ്റം സംഭവിച്ചത്, S1ന് നമുക്ക് എസ് എന്താണെന്നറിയാം, അതായത് ഡിസ്റ്റൻസ് എന്താണെന്നറിയാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ടൈം, അതല്ലേ ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻസിലൂടെ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയി വെച്ചാൽ ഡിസ്റ്റൻസ് സെയിമും പിന്നെ സ്പീഡ് V1 ആൻഡ് V2 ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2V1 V2 ബൈ V1 പ്ലസ് V2. പിന്നെ ഈക്വൽ ടൈം വിത്ത് സ്പീഡ് V1 ആൻഡ് V2 ആണെങ്കിൽ എന്താണ്, ആവറേജ് സ്പീഡ് ഈക്വൽ ടു V1 പ്ലസ് V2 ബൈ 2. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇനി അടുത്തതൊരു സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് ഇപ്പോൾ ഒരു ബോഡി നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, മീൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അതും ഒരു ട്രിക്കി ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. എന്നാലും നമ്മൾ ഇക്വേഷൻസ് കറക്റ്റായി പഠിക്കണം. അപ്പോൾ ഫോർ എ ബോഡി ചിലപ്പോൾ ഡയറക്റ്റായി ചോദിച്ചാൽ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതിന് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഫോർ എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്, അപ്പോൾ നമ്മളൊരു ബോഡി വെർട്ടിക്കലി അപ്വേർഡായിട്ട് ത്രോൺ ചെയ്ത് മീൻസ് എറിഞ്ഞു വെച്ചാൽ അതിൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി U²/2G. യുവും ജിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അതൊക്കെ ബേസ് ലെവലാണ്. ഓക്കെ, പിന്നെ ടൈം ഓഫ് അസെൻറ്റ് ആൻഡ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണ്, U/G ആണ്. ഇതൊക്കെ ഷോർട്ടാണ് കേട്ടോ, സിമ്പിളായി പഠിക്കാനാണ്. പിന്നെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ക്യാപിറ്റൽ T ഈക്വൽ ടു 2U/G ആണ്. പിന്നെ വെലോസിറ്റി അറ്റൈൻ ബൈ എ ബോഡി ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ് h, മനസ്സിലായില്ല, അതായത് V ഈക്വൽ ടു 2√2GH ആണ്. ഓക്കെ, ഇനി സ്റ്റോപ്പിംഗ് സ്പീഡ് ദാറ്റ് ഈസ് U²/2G. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്ത കുറച്ചും കൂടി ഉണ്ട്, അത് നോക്കിയിട്ട് പോവാം. അടുത്തത് ഒരു കാര്യം കൂടിയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ, അതായത് റിലേറ്റീവ് വെലോസിറ്റി B വിത്ത് റെസ്പെക്ട് ടു A ആണെങ്കിൽ. റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ മൈനസ്, മീൻസ് നമ്മൾ ഒരു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ചെയ്യണം. അപ്പോൾ വെലോസിറ്റി BA ഈക്വൽ ടു VB മൈനസ് VA.
ഇനി ഈ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടും മൂവ് ചെയ്യണമെങ്കിൽ എന്താ വി എ ബി ഈക്വൽ ടു വി എ പ്ലസ് വി ബി, അങ്ങനെ പറയാം, ബി വി പ്ലസ് വി എ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലെ ഇക്വേഷൻസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 3rd ചാപ്റ്ററിലെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ഇതെന്താ, യൂണിറ്റ് വെക്റ്റർ, അതായത് എ ക്യാപ് ഈക്വൽ ടു എ വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ. അതിന് എ വെക്റ്റർ ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ എ ക്യാപ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. പിന്നെ ഒരു ഇതാണ് നമ്മുടെ ഫിഗർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടൻ്റ്, അതായത് പാരലോഗ്രാം, ലോ ഓഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പിന്നെ ഇതിൽ ആൽഫ ബീറ്റ തീറ്റ ഉണ്ട്, അതിൽ തീറ്റ കണ്ടുപിടിക്കുക. അതായത് തീറ്റ പറഞ്ഞാൽ എ ബീൻ്റെ തമ്മിലുള്ള ആംഗിൾ. സോറി ഗൈസ്, സോറി ഒരു തെറ്റ് പറ്റി. അപ്പോൾ ഇപ്പോൾ ടാൻ ആൽഫ കണ്ടുപിടിക്കുക, അതായത് ആർ റിസൾട്ടൻറ്റും വെക്ടർ എയും തമ്മിൽ, അതായത് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ, അങ്ങനെ. പിന്നെ ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ ബീറ്റ ഈക്വൽ ടു എ സൈൻ തീറ്റ ബൈ ബി പ്ലസ് എ കോസ് തീറ്റ. അതേ സാധനം തന്നെ, പക്ഷേ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആ വെക്ടേഴ്സ് തമ്മിൽ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട്, അതായത് ഇത് റെസൊല്യൂഷനാണ്, ഈ വെക്ടറിനെ വൈ ആക്സിസിലും എക്സ് ആക്സിസിലും റെസൊല്യൂഷൻ ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു നമുക്കറിയാം, ടാൻ തീറ്റ എന്താ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്, അപ്പോൾ ആർ വൈ ബൈ ആർ എക്സ്. ഓക്കെ, ഇനി നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ മാത്സിലും പഠിച്ചു, ഇപ്പോൾ ഫിസിക്സിലും പഠിച്ചു. അപ്പോൾ നമുക്ക് ഇത് അറിയാം, എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. വെക്ടർ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എ ക്രോസ് ബി, ഇത് ഡിറ്റർമിനലാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ആംഗിളൊക്കെ ആണെങ്കിൽ എ ബി സൈൻ തീറ്റ, അങ്ങനെ ചെയ്യാം. ഇനി റിലേറ്റീവ് വെലോസിറ്റി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല സ്കൂളിലൊന്നും. അപ്പോൾ ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് മാൻ. അപ്പോൾ വി എം ഈക്വൽ ടു ഇതേ ഈക്വേഷൻ, ഈ റിസൾട്ടൻറ്റിലെ അതേ സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആംഗിൾ ഒരു കണ്ടീഷൻ മാത്രമേ ചെയ്തുള്ളൂ, തീറ്റ 90 ആവുമ്പോൾ. അപ്പോൾ തീറ്റ കോസ് 90 എന്താവും, കോസ് 90 0. അപ്പോൾ ആ ടേം പോവും, 2VR. അപ്പോൾ വി എം ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എം സ്ക്വയർ. പിന്നെ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി എം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തതാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇതൊക്കെ നിങ്ങൾ കണ്ട് ഇക്വേഷൻസ് ആയിരിക്കും, എന്നാലും ഒന്ന് നമുക്ക് നോക്കാം. ഒറിസോണ്ടൽ മോഷൻ്റെ ഇക്വേഷൻ യു കോസ് തീറ്റ ഇൻറ്റു ടി. വെർട്ടിക്കൽ മോഷൻ്റെ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. പിന്നെ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്നാൽ വൈ ഈക്വൽ ടു എസ് എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. പിന്നെ റേഞ്ച് മാക്സ് യു സ്ക്വയർ ബൈ ജി. പിന്നെ റേഞ്ച് ഒറിസോണ്ടൽ റേഞ്ചാണ് ആർ എച്ച് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. പിന്നെ മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇത് ഇത്രയും. ഇനി ഒരു 2 സെറ്റ് ഇക്വേഷൻസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ 3 ചാപ്റ്ററത്തെയും ഇക്വേഷൻസ് തീരും. ഇനി ഈ 3rd ചാപ്റ്ററിൽ ചെറിയൊരു ഇക്വേഷനാണ്, അതായത് നമുക്കറിയാം സർക്കുലർ മോഷൻ. അപ്പോൾ 2π പറയുന്നത് 360 ആണെന്നറിയാം, അതാണ് 1 റെവല്യൂഷൻ എന്ന് അറിയാം, ജസ്റ്റ് ഒരു ഇത്. പിന്നെ ഒമേഗ പറയുന്നത് ആംഗുലർ വെലോസിറ്റി, അതായത് ഡി തീറ്റ ബൈ ഡി ടി. അത് നമുക്കറിയാം. സർക്കുലർ മോഷൻ വരുമ്പോൾ ഡിസ്റ്റൻസ് എന്താവും, തീറ്റയാവും, ബി എന്താവും, ഒമേഗയാവും, അങ്ങനെ കേട്ടോ. പിന്നെ ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി ആണെന്ന് അറിയാം, അതായത് 1/t ഈക്വൽ ടു എന്താണ്, ഫ്രീക്വൻസി. അപ്പോൾ 2π എഫ് ആവും, അതായത് ഫ്രീക്വൻസി. പിന്നെ ആംഗുലർ ആക്സിലറേഷൻ ആണ്, അതായത് ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, അതായത് നമ്മൾ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഡി വി ബൈ ഡി ടി, അതിന് പകരം ഡി ഒമേഗ ബൈ ഡി ടി. ഇനി സെൻട്രിപിറ്റൽ ആക്സിലറേഷനാണ് നോക്കുന്നത്. എ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ. ഇത് നമുക്ക് കൺവേർഷനാണ് കേട്ടോ. ഈക്വൽ ടു 4π സ്ക്വയർ എഫ് ആർ. അതായത് ഇപ്പോൾ നമുക്ക് എഫും ആറും തന്നിട്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഒമേഗ 6 ആണെങ്കിൽ ഇത്, പിന്നെ വെലോസിറ്റി 6 ആണെങ്കിൽ
നമ്മളിത്. പിന്നെ ടൈം പീരീഡാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സാണ് mv²/r. അപ്പോൾ m=m⍵²r. അതിന് നമ്മളിപ്പോൾ ഫ്രീക്വൻസീൻ്റെ ടേമിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൈം പീരീഡിൻ്റെ ടേമിലാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ലാസ്റ്റായിട്ട് നോൺ യൂണിഫോമിൽ വരുന്നതാണ്, നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ വരുന്നതാണ്. അതെന്താ വെച്ചാൽ അതിൽ നെറ്റ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ചോദിച്ചു വെച്ചാൽ നമ്മൾ ടി ആണ് കേട്ടോ അത്. a=√a² പ്ലസ് a² t മീൻസ് ac² പ്ലസ് at². ഓക്കെ, സർക്കുലർ മോഷനും ട്രാജക്ടറി മോഷനുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഞാൻ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ഇടും. ഈ ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും, അതോടൊപ്പം പാരലായിട്ട് എങ്ങനെ ട്രിക്ക് ഉപയോഗിക്കാം എന്നുള്ള അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ട്രിക്ക് എല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഞാൻ എന്തായാലും എൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇടും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾ കമൻറ്റിലിട്ടാൽ എനിക്ക് ഒരു നല്ലത് ഇതായിരിക്കും. അപ്പോൾ താങ്ക് യു.